നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജീവ് കുമാറിനെതിരെയുള്ള ഗുരുതരമായ ആരോപണങ്ങളിൽ സുപ്രീം കോടതി അതുമായി ബന്ധപ്പെട്ട എല്ലാ ഹർജികളും സ്വീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ച് ഈ കാര്യങ്ങളുടെ കൃത്യമായിട്ടുള്ള പരിഹാരം നൽകാൻ തന്നെ തീരുമാനിക്കുമ്പോൾ അത് ഇന്ത്യൻ ചരിത്രത്തിലെ തന്നെ ഒരു വഴിത്തിരിവായി മാറും. ഒരുപക്ഷെ BJPക്ക് ഇത്രയധികം പ്രഹരം നൽകുന്ന ഒരു സുപ്രീം കോടതിയുടെ വിധി ഈ കാലയളവിൽ, ഈ ദശാബ്ദത്തിൽ ഒന്നും ഉണ്ടായിട്ടില്ല. 2014 മുതൽ നരേന്ദ്രമോദിയുടെ ആധിപത്യം, സമസ്താധിപത്യം എല്ലാ മേഖലകളിലും വലിയ തോതിൽ അത് കൃത്യമായി പ്രതിഫലിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഒടുവിൽ 3ാം തവണ നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിൽ പോലും കള്ളത്തരങ്ങളുണ്ട് എന്ന് പ്രതിപക്ഷത്തിൻ്റെ വാക്കുകൾ അത് വിശ്വസിക്കാനും ആ തെളിവുകൾ സ്വീകരിക്കാനും സുപ്രീം കോടതി തയ്യാറാകുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിട്ടിരിക്കുകയാണ്. 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ കള്ളക്കണക്കുകൾ എല്ലാ രീതിയിലും ബോധ്യപ്പെടുത്തി കൊടുക്കാൻ, സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള സാവകാശം കൂടി നൽകുമ്പോൾ അതും ഏറ്റവും വലിയ തിരിച്ചടിയായി ഇലക്ഷൻ കമ്മീഷന് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അധികാരത്തിൽ നിന്നും പടിയിറങ്ങാൻ ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഗതികെട്ട അവസ്ഥയാണ് ഇതിലൂടെ പ്രതിഫലിക്കപ്പെടുന്നത്. കോഴ വാങ്ങി എന്നുള്ള ആരോപണം രാജീവ് കുമാർ ശക്തമായി നേരിടുകയാണ്. 2 ഘട്ടങ്ങളിലായി. ഒന്ന്, BJPക്ക് അനുകൂലമായി തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട വിഷയം. മറ്റൊന്ന്, BJPയുടെ കൃത്യമായ നിർദ്ദേശമനുസരിച്ച് തെരഞ്ഞെടുപ്പ് ഏതൊക്കെ മാസങ്ങളിലാകണം എന്നുള്ളതും ഏതൊക്കെ സംസ്ഥാനങ്ങൾ ആദ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോകണം. അതിനകത്ത് ജാർഖണ്ഡും അതുപോലെ മഹാരാഷ്ട്രയും ഒരു ഘട്ടത്തിൽ, മറ്റൊരു ഘട്ടമായി നേരത്തെ ആദ്യ പാദത്തിൽ ഹരിയാനയും ജമ്മു ആൻഡ് കാശ്മീരും പോകുന്നതായിരുന്നു. ഇതിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ BJPയുടെ കൃത്യമായ ഇടപെടൽ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ സർവത്ര തെളിവുകൾ പുറത്തു വന്നിരിക്കുകയാണ്. അതുമാത്രമല്ല, ഏറ്റവും ഗുരുതരം എന്നത് ഈ ഘട്ടം ഘട്ടമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് മഹാരാഷ്ട്രയിൽ നടത്തേണ്ട സാഹചര്യത്തെ മറികടന്നുകൊണ്ട് ഒറ്റഘട്ടമായി 288 സീറ്റുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തിയതും പോളിംഗ് ദിനം വൈകുന്നേരം 6 മണിക്ക് ശേഷം എങ്ങനെ അനിയന്ത്രിതമായി 7.25% പോളിംഗ് എങ്ങനെ രേഖപ്പെടുത്തി എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൃത്യമായി ഫയലിൽ കൊടുക്കേണ്ടതെല്ലാം മുക്കിയിരിക്കുന്നു. 1961 തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളെ ഭേദഗതി ചെയ്തുകൊണ്ട് ചട്ടം നിലവിൽ വന്ന വർഷം 1961 മുതൽ ഇങ്ങോട്ട് 2024 തുടക്കം വരെയുള്ള സാഹചര്യങ്ങളെ പറ്റിയുള്ള വിലയിരുത്തൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയിരിക്കുന്നു. ഇതും സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് വരികയാണ്. ചുരുക്കി പറഞ്ഞാൽ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്ര കോടിയാണ് കൈക്കൂലി വാങ്ങിയത് എന്ന രാഹുൽ ഗാന്ധിയുടെ ചോദ്യം ഏറെ പ്രസക്തമായി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ ബെഞ്ചിൻ്റെ മുമ്പാകെ വന്നിരിക്കുന്നു. എന്തൊക്കെ തിരിമറികൾ നടത്തിയാലും സത്യം ഒരു നാൾ പുറത്തു വരും എന്നതാണ് യാഥാർത്ഥ്യം. അത് എത്ര നാൾ വേണമെങ്കിലും മറച്ചു വയ്ക്കാം. പക്ഷേ അത് എങ്ങനെയായിരുന്നാലും തോണ്ടിയെടുക്കാൻ വകുപ്പുകളുണ്ട് നിരവധി എന്ന് പറയുന്നതിൻ്റെ യാഥാർത്ഥ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.